ഹലോ മക്കൾസ്, വെൽക്കം ബാക്ക്. എടാ, നിങ്ങളെ പഠിത്തൊക്കെ എങ്ങനെ പോകുന്നടാ? ബയോളജി റിവിഷൻസ് കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് മുന്നോട്ടേക്ക് പോകുന്നില്ലേ? സോ നമുക്കറിയാം, തിയറി മാത്രം പഠിച്ചുകൊണ്ടായില്ല, ചില ഏരിയാസിലുള്ള ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കി വെക്കണം. സോ ഈ സെഷനിൽ നമ്മൾ ചെയ്തെടുക്കാൻ പോകുന്നത് 2 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. സോ എന്റെ മക്കൾ റെഡി അല്ലേ? സോ നമുക്ക് സമയം കളയാനില്ല, ഡയറക്റ്റ് ചോദ്യത്തിലേക്ക് പോയാലോ? സോ 2 മാർക്കിന്റെ ചോദ്യങ്ങളാണ് ഈ സെഷനിൽ നമ്മൾ ചെയ്തെടുക്കുന്നത് കേട്ടോ. സോ ഏതെങ്കിലും ഭാഗങ്ങളൊക്കെ നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ, നിങ്ങൾ ക്വസ്റ്റ്യൻസ് ഒക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റിലൂടെ നിങ്ങൾ അറിയിക്കണം കേട്ടോ, മറന്നു പോകരുത്. സോ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം മക്കൾസ്. 2 മാർക്ക്, അപ്പം 4 സബ് ക്വസ്റ്റ്യൻ ഉണ്ട്, ഓരോന്നും 1/2 മാർക്കല്ലേ നിങ്ങൾക്ക് കിട്ടുക. പ്ലാസ്മ വിത്തൗട്ട് ക്ലോട്ടിംഗ് ഫാക്ടർ, ബോഡി ഫ്ലൂയിഡ്സ് ഉള്ളതല്ലേ? പ്ലാസ്മയിൽ നിന്നും ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് ഒഴിവാക്കിയാൽ ആ ഫ്ലൂയിഡിനെ നമ്മൾ എന്താ വിളിക്കുക? സെറം എന്നല്ലേടാ വിളിക്കുക, സീറം എന്നല്ലേ പറയാ. ഇനി രണ്ടാമത്തത് ബ്ലഡ് ഗ്രൂപ്പ് നോൺ ആസ് യൂണിവേഴ്സൽ റെസിപ്പിയൻ. ഏതാ യൂണിവേഴ്സൽ ഡോണർ? ഡോണറിൽ 2 ഓണ്ട്, ഡോണർ ഓ ആണ്. ഇപ്പൊ യൂണിവേഴ്സൽ റെസിപ്പിയന്റ് ഏതാണ്? AB ബ്ലഡ് ഗ്രൂപ്പ് അല്ലേ? അതിൽ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നമുക്ക് പഠിക്കാനല്ലേ? ശരിക്കും AB പോസിറ്റീവ് ആണ് നമുക്ക് മെയിൻ ആയിട്ട് ഏതിൽ വരിക? യൂണിവേഴ്സൽ റെസിപ്പിയന്റിൽ വരിക. അതുപോലെ O നെഗറ്റീവ് ആണ് കൊടുക്കുന്നത്, പക്ഷേ നെഗറ്റീവ് പോസിറ്റീവ് കോൺസെപ്റ്റ് നമുക്ക് അങ്ങനെ പഠിക്കാനില്ല. ഏതാണ് യൂണിവേഴ്സൽ റെസിപ്പിയന്റ് ഡോണർ എന്ന് മാത്രമേ പഠിക്കാനുള്ളൂ. ഓക്കെ. പ്രൊട്ടക്റ്റീവ് ഡബിൾ വാൾഡ് മെംബ്രെയിൻസ് ബാക്ക് കവറിംഗ് ഹ്യൂമൻ ഹാർട്ട്. ഹ്യൂമൻ ഹാർട്ടിന്റെ കവറിംഗ് മെംബ്രെയിന്റെ പേര്, ലങ്ങിന്റെ കവറിംഗ് മെംബ്രെയിൻ പ്ലൂറൽ മെംബ്രെയിൻ അല്ലേ? അപ്പൊ ഹാർട്ടിന്റെ കവറിംഗ് മെംബ്രെയിന്റെ പേര് പെരികാർഡിയം അല്ലേ? ഹാർട്ടിന്റെ കവറിംഗ് മെംബ്രെയിനെ നമ്മൾ പെരികാർഡിയം എന്നല്ലേ വിളിക്കുക. ഇനി 4മത്തത് എന്താണ്? പേസ് മേക്കർ ഓഫ് ഹ്യൂമൻ ഹാർട്ട്. ഹാർട്ടിനെ ഇനീഷ്യലി കോൺട്രാക്ഷന് സഹായിക്കുന്ന ഇമ്പൾസ് ഒക്കെ ജനറേറ്റ് ചെയ്യുന്ന ആളല്ലേടാ? ദാറ്റ് ഈസ് സൈനോ ഏട്രിയൽ നോഡ്, SA നോഡ് എന്നൊക്കെ പറയാറുണ്ട്, അല്ലെങ്കിൽ സൈനോ ഏട്രിയൽ നോഡ് എന്നല്ലേ പറയാം. സെറ്റ് അല്ലേ? സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം മക്കൾസ്. യെസ്, ഇങ്ങനെ ഒരു ഡയഗ്രാം തന്നാൽ, നമ്മൾ NCERT ഡയഗ്രാം അല്ലേ, ഫൈലം ടീനോഫോറയിൽ നമ്മൾ പഠിക്കുന്ന ആളല്ലേ ഇത്? ഐഡന്റിഫൈ ദ ഓർഗാനിസം. ഇറ്റ് ഈസ് ഫൈലം ടീനോഫോറ. ഫൈലം ടീനോഫോറ PC അല്ലേ? അപ്പൊ അതിന്റെ എക്സാമ്പിളും PC തന്നെയാണ്, പ്ലൂറോബ്രാക്കിയ ആൻഡ് ടീനോപ്ലാന. സോ ദിസ് ഈസ് പ്ലൂറോബ്രാക്കിയ. നെയിം ദ ഫൈലം ടു വിച്ച് ബിലോങ്സ് അല്ലേ? 2മത്തെ ചോദ്യം അല്ലേ? ഏതാണ് ഫൈലം എന്നല്ലേ? ഏതാണ് ഫൈലം? ഫൈലം ടീനോഫോറ. ഫൈലം ടീനോഫോറ. എന്താണ്? റൈറ്റ് എനി 2 ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദിസ് ഫൈലം. ഈ ഫൈലത്തിന്റെ മെയിൻ പ്രത്യേകത, ഇവർക്ക് എന്തിന്റെ പ്രസൻസ് ഉണ്ടടാ? ഞാൻ ജസ്റ്റ് പോയിന്റ്സ് ആക്കി എഴുതാണ് കേട്ടോ. കോംബ് പ്ലേറ്റ്സ് ഉണ്ട് ലോക്കോമോഷന്, അതുപോലെ ലൈറ്റ് എമിറ്റ് ചെയ്യുന്ന പ്രോപ്പർട്ടി ഇല്ലേ? ദാറ്റ് ഈസ് ബയോലൂമിനിസെൻസ് എന്നല്ലേ അറിയപ്പെടുക. ലൈറ്റ് എമിറ്റ് ചെയ്യുന്ന പ്രോപ്പർട്ടി നമ്മൾ ബയോലൂമിനിസെൻസ് എന്നല്ലേ അറിയപ്പെടുക. സെറ്റ് അല്ലേടാ? സോ 2 ഫീച്ചേഴ്സ് നമ്മൾ എഴുതി അല്ലേ? സോ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഈ ക്വസ്റ്റ്യൻ ഏതിനാണ്? ബയോമോളിക്യൂൾസ് എന്നല്ലേ? നിങ്ങൾ കോൺസെപ്റ്റ് ഓഫ് ആക്ടിവേഷൻ എനർജി എന്ന് പറഞ്ഞിട്ടുള്ള സാധനമല്ലേ ഇത് അല്ലേ? അതായത് എൻസൈമിന്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ എനർജി കുറച്ചുപോലെ, എൻസൈം സബ്സ്ട്രേറ്റ് പെട്ടെന്ന് പ്രൊഡക്റ്റ് ആയിട്ട് മാറും. എൻസൈമിന്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ കുറച്ച് എനർജി കൊടുത്താൽ മതി, പൊട്ടൻഷ്യൽ എനർജി. ദാറ്റ് ഈസ് വിത്ത് എൻസൈം. എൻസൈമിന്റെ പ്രസൻസ് ഇല്ലെങ്കിൽ ഒരുപാട് എനർജി കൊടുക്കേണ്ടി വരും അല്ലേ? സോ ഇവിടെ A എന്താണ്, B എന്താന്നല്ലേ ചോദിച്ചത്? എന്താണ് A, എന്താ B? A എന്താണ്? A വിത്തൗട്ട് എൻസൈം അല്ലടാ, വിത്തൗട്ട് എൻസൈം. ആക്ടിവേഷൻ എനർജി അല്ലെ? എനർജി വിത്തൗട്ട് എൻസൈം ആണ്. ഇത് എനർജി വിത്ത് എൻസൈം ആണ് B എന്നുള്ളത് അല്ലെ? കാരണം കുറച്ച് എനർജി കൊടുത്താൽ മതി, എൻസൈമിന്റെ പ്രസൻസിൽ പെട്ടെന്ന് സബ്സ്ട്രേറ്റ് പ്രൊഡക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും അല്ലെ? എന്താണ് അടുത്ത ചോദ്യം? ഇതല്ലേ 1മത്തിന്റെ ആൻസർ. എന്താ 2മത്തെ ചോദ്യം? അതായത് ആക്ടിവേഷനിലെ എനർജി വിത്തൗട്ട് എൻസൈം, എനർജി വിത്ത് എൻസൈം. മെൻഷൻ ദ റോൾ ഓഫ് എൻസൈം ഇൻ ദ പ്രോഗ്രസ് ഓഫ് ബയോകെമിക്കൽ റിയാക്ഷൻ. ഒരു ബയോകെമിക്കൽ റിയാക്ഷനിൽ എൻസൈമിന്റെ റോൾ എന്താണ് അല്ലെ? മെയിൻ ആയിട്ട് എന്താണ്? ബേസിക് ആയിട്ട് ഇറ്റ് സ്പീഡ് അപ്പ് ദ കെമിക്കൽ റിയാക്ഷൻ, ഇറ്റ് ആക്സിലറേറ്റ്സ് ദ കെമിക്കൽ റിയാക്ഷൻ, ഇറ്റ് ആക്സിലറേറ്റ്സ് ദ കെമിക്കൽ റിയാക്ഷൻ. അതായത് ഒരു സബ്സ്ട്രേറ്റിൽ നിന്നും വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഒരുപാട് പ്രോഡക്ട്സ് കിട്ടും. മറ്റ് എൻസൈമിന്റെ പ്രസൻസ് ഇല്ലെങ്കിലോ കുറെ സമയം പിടിക്കുകയും ചെയ്യും അല്ലെ? പ്രോഡക്ട്സിന്റെ എണ്ണവും കുറവായിരിക്കും. അതല്ലേ എൻസൈമിന്റെ മെച്ചം അല്ലേ? അപ്പൊ ഇങ്ങനെ ഒരു ഗ്രാഫ് തന്നിട്ട് ഐഡന്റിഫൈ ദ ഗ്രാഫ് എന്ന് പറയുകയാണെങ്കിൽ എന്റെ മക്കൾ എന്താ ആൻസർ ചെയ്തേണ്ടത്? കോൺസെപ്റ്റ് ഓഫ് ആക്ടിവേഷൻ എനർജി ആണ് കേട്ടോ. ഓക്കെ അല്ലേ? ഇനി എക്സ്പാൻഷൻ ആണ് ഇവിടെ. എക്സ്പാൻഡ് ദ ഫോളോയിങ്. എന്താ ACTH? ഞാൻ എഴുതേണ്ട ആവശ്യമുണ്ടോ? അഡ്രിനോ കോർട്ടിക്കോട്രോപിക് ഹോർമോൺ അല്ലെ? കെമിക്കൽ കോർഡിനേഷൻ നമ്മൾ പഠിക്കുന്നതല്ലേ? എന്താ FSH? ഫോളിക്കുലാർ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. എന്താ TSH? തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. എന്താ ADH? ആന്റി ഡയൂററ്റിക് ഹോർമോൺ. ഈ 3 ആൾക്കാരും ആരെ ഹോർമോണാ? ആന്റീരിയർ പിറ്റ്യൂട്ടറിന്റെ പാർസ് ഡിസ്റ്റാലിസിലുള്ള ഹോർമോൺ അല്ലേ? ഇയാളോ? ഹൈപ്പോതലാമസിന്റെ ഹോർമോൺ വാസോപ്രസിൻ അല്ലേ ഇത്? പക്ഷെ സ്റ്റോർ ചെയ്യുന്നത് പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറിലാണ്, ഓക്സിറ്റോസിന്റെ കൂടെ. സെറ്റ് അല്ലടാ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇങ്ങനെ ഒരു ഡയഗ്രാം തന്നാൽ ഇത് ഏതാണ് ഫൈലം? ഇത് ഫൈലം കോഡേറ്റ അല്ലേ? ഇവിടെ നമുക്ക് മാർക്ക് ചെയ്യാനാണ് ഇവർ പറഞ്ഞിരിക്കുന്നത് അല്ലേ? അപ്പൊ ഏറ്റവും ഡോർസലി വരുന്ന ആൾ ആരാണ്? ദാറ്റ് ഈസ് നെർവ് കോഡ് അല്ലേടാ A എന്ന് പറയുന്നത്.
നെർവ് കോഡാണ്. രണ്ടാമത്തെ അല്ലെ, ആ നെർവ് കോഡിന്റെ താഴെയാണ് നമുക്ക് ആരെ കാണാം? നോട്ടോ കോഡിന്റെ പ്രസൻസ് കാണാം. ഇത് പോസ്റ്റ് ഏനൽ ടെയിൽ അല്ലേ, പോസ്റ്റീരിയർ പാർട്ടിൽ ഏനൽ ടെയിൽ പ്രസന്റ് അല്ലേ, ഫൈലം കോഡേറ്റയില്. ഇത് ഫാരിഞ്ചൽ ഗിൽ സ്ലിറ്റ്സ് ആണ്, ഗിൽ സ്ലിറ്റ്സ് അല്ലെ, പെയർഡ് ഫാരിഞ്ചൽ ഗിൽ സ്ലിറ്റ്സ് ഇല്ലേ. അപ്പൊ കോഡേഴ്സും നോൺ കോഡേഴ്സും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇവർക്ക് നോട്ടോ കോഡ് ഉണ്ട്, നോൺ കോഡേഴ്സിന് നോട്ടോ കോഡ് ഇല്ല. പോസ്റ്റ് ഏനൽ ടെയിൽ ഉണ്ട്, മറ്റോടത്ത് ആബ്സെന്റ് ആണ്. ഇവിടെ പെയർഡ് ഫാരിഞ്ചൽ ഗിൽ സ്ലിറ്റ്സ് ഉണ്ട്, അവിടെ ആബ്സെന്റ് ആണ്. ഇനി വേറെന്താ? നമ്മളൊക്കെ കോഡേഴ്സ് അല്ലേ, ഹാർട്ട് വെൻട്രൽ അല്ലേ, ഓർക്കോ ഡോർസൽ ആണ്. നമ്മളെ ഹാർട്ട് വെൻട്രലും CNS ഡോർസലും ഒരിക്കൽ നേരെ ഓപ്പോസിറ്റ് ആണ്. സിമ്പിൾ അല്ലേടാ, സെറ്റ് അല്ലേ? യെസ്. ഡിസ്റ്റിങ്ക്യൂഷ് ബിറ്റ്വീൻ IRV ആൻഡ് ERV, TV ആൻഡ് RV. എടാ എന്താണ് IRV? ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം അല്ലേ. മുന്നത്തെ NCERT കൊടുത്തു അഡീഷണൽ വോളിയം ഓഫ് എയർ എ പേഴ്സൺ ക്യാൻ ഇൻസ്പയർ അല്ലേ. ഇപ്പൊ എന്ത് മാത്രമേ ഉള്ളൂ? എ പേഴ്സൺ ക്യാൻ ഇൻസ്പയർ. എന്താണ് IRV? എ പേഴ്സൺ ക്യാൻ ഇൻസ്പയർ ബൈ ഫോഴ്സിബിൾ ഇൻസ്പിരേഷൻ. ബൈ ഫോഴ്സിബിൾ ഇൻസ്പിരേഷൻ. എത്രയാ അതിന്റെ വാല്യൂ ഓർമ്മയുണ്ടോ? 2500 മുതൽ 3000 ml ആണ് അല്ലെ. എന്താ ERV? അതിന്റെ ഓപ്പോസിറ്റ് അല്ലേ, മൊത്തം കളയാൻ പറ്റിയ വോളിയം അല്ലേ. ദാറ്റ് ഈസ് എ പേഴ്സൺ ക്യാൻ എക്സ്പയർ ബൈ, സ്പീഡിൽ ഇതാണ് കേട്ടോ, ബൈ ഫോഴ്സിബിൾ എക്സ്പിരേഷൻ. എത്രയാ അതിന്റെ വാല്യൂ? വലിച്ചു കയറ്റുന്ന അത്ര വലിച്ചു കളയാൻ പറ്റുമോ? ഇല്ല. 1000 മുതൽ 1100 ml ആണ്. ഇനി എന്താണ് TV? സാധാരണ എടുക്കുന്ന നോർമൽ റെസ്പിറേറ്ററി വോളിയം 500 ml അല്ലേ. എ വോളിയം ഓഫ് എയർ എ പേഴ്സൺ ക്യാൻ, വോളിയം ഓഫ് എയർ എ പേഴ്സൺ ക്യാൻ ഇൻസ്പയർ ഓർ എക്സ്പയർ എപ്പോൾ? ഡ്യൂറിങ് നോർമൽ റെസ്പിറേഷൻ. ഒരു മനുഷ്യൻ സാധാരണ എടുക്കുന്ന വോളിയം TV, മൊത്തം വലിച്ചു കയറ്റുന്നത് IRV, മൊത്തം വലിച്ചു കളയുന്നത് ERV ആണ്. ശരിയല്ലേ? എന്താ RV? എന്താ RV? എത്ര കളഞ്ഞാലും ബാക്കിയുള്ളത് അല്ലെ. റെസിജ്വൽ എന്ന് വെച്ചാൽ റിമൈനിങ് അല്ലേ. ദാറ്റ് ഈസ് വോളിയം ഓഫ് എയർ റിമൈനിങ് ഇൻ ദ ലങ്സ്. എന്തിനു ശേഷം? ഈവൻ ആഫ്റ്റർ ഫോഴ്സിബിൾ എക്സ്പിരേഷൻ. എത്ര അതിന്റെ വാല്യൂ ഓർമ്മയുണ്ടോ? 1100 മുതൽ 1200 ml ആണ്. TVന്റെ വാല്യൂ 500 ml ആണ്. ഒരു മനുഷ്യൻ സാധാരണ എടുക്കുന്ന TVക്ക് പുറമെ മൊത്തം വലിച്ചു കയറ്റുന്ന IRV, TVക്ക് പുറമെ മൊത്തം വലിച്ചു കളയുന്നത് ERV. എത്ര കളഞ്ഞാലും ബാക്കിയുള്ളത് RV. മെല്ലെ കളഞ്ഞാൽ ബാക്കിയുള്ളത് ആരാന്നറിയോ? കമന്റ്. ഒരു കപ്പാസിറ്റിയാണ്. ഏത് കപ്പാസിറ്റിയാ? മെല്ലെ കളഞ്ഞാൽ ബാക്കിയുള്ളത് ഏത്? വോളിയം ഓഫ് എയർ റിമൈനിങ് ദ ലങ്സ് ആഫ്റ്റർ നോർമൽ എക്സ്പിരേഷൻ. മെല്ലെ കളഞ്ഞ TV മാത്രമല്ലേ പോവും. അപ്പൊ RVയും ERVയും ഉള്ളിലുണ്ടാവും. RV പ്ലസ് ERV എന്താ ഉത്തരം? പ്ലീസ് കമന്റ്. ഓക്കെ, സോ TV, IRV, ERV സെറ്റ് അല്ലേ. സോ അഡീഷണൽ ഉള്ളത് നമുക്ക് ഇപ്പോഴത്തെ NCERT, പുതിയ NCERTയിൽ നമുക്ക് ഈ അഡീഷണൽ ഉള്ളത് നമുക്ക് കാണാൻ പറ്റൂല. സോറി. ഓക്കെ, സോ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. യെസ്, എന്താണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മക്കൾസ്? അറേഞ്ച് ദ ഫോളോയിങ്. ഇത് എക്സ്ക്രീറ്ററി സിസ്റ്റത്തിനുള്ള ക്വസ്റ്റ്യൻ അല്ലേ. അമോണോടെലിക്, വെള്ളത്തിലുള്ള അധിക ജീവികളും അമോണോടെലിക് അല്ലേ. സോ നമുക്ക് ഏത് ഫിഷസ് പറയാം? ബോണി ഫിഷസ് പറയാം. ബേർഡ്സ് യൂറിക് ആസിഡ് അല്ലേ കളയല് അല്ലെ. കരയിലുള്ള ആംഫീബിയനൊക്കെ യൂറിയ അല്ലേടാ കളയാ. നമ്മളെ ഫ്രോഗ് ഒക്കെ മെയിൻ ആയിട്ട് ടെറസ്ട്രിയൽ ആംഫീബിയൻസ്. അക്വാട്ടിക് ആംഫീബിയൻ അമോണിയാണ്, ഹൈലി ടോക്സിക് ആണ്. മാമൽസ് യൂറിയ അല്ലേ. സോ ഇവിടെ മാമൽസ് വരും. സെറ്റ് അല്ലേ? 4 ആൾക്കാർ എഴുതിയില്ലടാ. ഓക്കെ, ഇതിൽ ഹൈലി ടോക്സിക് ഏതാ? അമോണിയ. ലീസ്റ്റ് ടോക്സിക് ഏതാ? യൂറിക് ആസിഡ്. സെമി സോൾഡ് പെല്ലറ്റ് പേസ്റ്റ് ലൈക്ക് അല്ലേ ഇവർ എക്സ്ക്രീറ്റ് ചെയ്യുന്ന ഫോം. ഓക്കെ, നെക്സ്റ്റ് മാച്ച് ഫോളോയിങ് ആണ്. ഞാൻ മാച്ച് ചെയ്താൽ പോരെ? നിങ്ങൾ പേപ്പറിൽ എടുത്ത് എഴുതണം കേട്ടോ. പ്രൊബോസിസ് ആര് എക്സ്ക്രീറ്ററി ഓർഗന? പ്രൊബോസിസ്. ഹെമികോഡേറ്റ, ബലനോഗ്ലോസസും സാക്കോഗ്ലോസസും. സോ ബലനോഗ്ലോസസ് അവിടെ ഉണ്ട്. മാൽപീജിയൻ ട്യൂബ്യൂൾ ആര് എക്സ്ക്രീറ്ററി ഓർഗന? ഓസ്മോർക്കുലേഷൻ ഒക്കെ ഇവർ സഹായിക്കാറില്ലേ? ദാറ്റ് ഈസ് ഇൻസെക്ട്. ആർത്രോപോഡ്. അവിടെ ഏതെങ്കിലും ആർത്രോപോഡ് കൊടുത്തിട്ടുണ്ടോ? ഉണ്ടല്ലോ. സിൽക്ക് വേം. ബോംബെയിലല്ല പട്ടുനൂലിട്ട് ബോംബിക്സ് സിൽക്ക് വേം ആർത്രോപോഡ്. റാഡ്യുള, ഫൈൽ ലൈക്ക് റാസ്പിംഗ് ഓർഗൻ. റാഡ്യുള ഫൈലം മൊളസ്ക അല്ലേ. ദാറ്റ് ഈസ് മൊളസ്കന്റെ എക്സാമ്പിൾ ഉണ്ടോ? ഉണ്ട്. പൈല, ആപ്പിൾ സ്നേൽ. പിന്നെ പിങ്ചാഡ പിയൾ ഓയിസ്റ്റർ ഒക്കെ പഠിക്കുന്നല്ലേ. കൊയാനോസൈറ്റ്സ് കോളാർ സെൽസ് നമ്മൾ പഠിക്കുന്നതല്ലേടാ മെയിൻ ആയിട്ട്. ഏതിലാ? സ്പോഞ്ചസ്, സൈക്കൺ, സ്കൈഫ, സ്പോഞ്ചില, ഫ്രഷ് വാട്ടർ സ്പോഞ്ച്, യൂസ്പോഞ്ചിയ, ബാത്ത് സ്പോഞ്ച്, കൊയാനോസൈറ്റ്, സൈക്കൺ. സെറ്റ് അല്ലേ? റെഡി അല്ലേടാ? യെസ്, എക്സാമ്പിൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ അടുത്തത് എക്സ്ക്രീഷൻ എന്നുള്ള ക്വസ്റ്റ്യൻ തന്നെയാണല്ലോ. ഓക്കെ, എക്സ്ക്രീഷൻ അല്ല, സോറി, നമ്മളെ ലോക്കോമോഷൻ ആൻഡ് മൂവ്മെന്റ് ഡിസോർഡേഴ്സ് ആണ്. നെയിം ദ ഡിസോർഡർ. ഇൻഫ്ലമേഷൻ ഓഫ് ജോയിന്റ്സ് ഡ്യൂ ടു അക്യുമുലേഷൻ ഓഫ് യൂറിക് ആസിഡ്. എടാ യൂറിക് ആസിഡ് ക്രിസ്റ്റൽസ് അക്യുമുലേറ്റ് ചെയ്ത് പെയിൻ വരുന്ന ഗൗട്ട് എന്ന് പറഞ്ഞ അസുഖമല്ലേ? ഗൗട്ട് അല്ലേ?
ഇൻഫ്ലമേഷൻ ഓഫ് ജോയിന്റ് ആർത്രോ ഇൻഫ്ലമേഷൻ ഐറ്റിസ്. അപ്പൊ അസുഖത്തിന്റെ പേര് ആർത്രൈറ്റിസ് അല്ലെ. പെട്ടെന്ന് കോച്ചി പിടിക്കുന്ന റാപ്പിഡ് സ്പാസം, വൈൽഡ് കോൺട്രാക്ഷൻ ഡ്യൂ ടു ലോ കാൽഷ്യം ഇൻ ബോഡി ഫ്ലൂയിഡ്സ്. ഏതാ അസുഖം? ടെറ്റനി. ഏജ് റിലേറ്റഡ് ഡിസോർഡർ, എല്ലൊക്കെ ഒടിഞ്ഞു പോകുന്ന അവസ്ഥ, എല്ലിന് ഓട്ട വരുന്ന അവസ്ഥ, ഈസ്ട്രജന്റെ ഒക്കെ ലെവൽ കുറയുന്ന സമയത്താണ്. ഈസ്ട്രജൻ ലെവൽ കുറയുന്ന സമയത്ത് ഏതാ? എല്ലിന് ഓട്ട വരുന്നു. ദാറ്റ് ഈസ് ഓഷിയോ, എല്ല് ഓട്ട, പോറോസിസ്, ഓഷിയോപോറോസിസ്. ഇവിടെ കൊടുക്കാത്ത രണ്ട് ഡിസോർഡർ അപ്പൊ ഏതാ? ഒന്ന് ഓട്ടോ ഇമ്മ്യൂൺ മയസീനിയ ഗ്രാവിസും പിന്നെ ജനറ്റിക് ഡിസോർഡർ മസ്കുലാർ ഡിസ്ട്രോഫി. സെറ്റ് അല്ലേ? യെസ്. അടുത്തത് ന്യൂറൽ എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഫോർ ബ്രെയിൻ തന്നിട്ടുണ്ട്, മിഡ് ബ്രെയിൻ തന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഏതാ? സിമ്പിൾ അല്ലേ, ഹൈൻഡ് ബ്രെയിൻ. ഇനി മിഡ് ബ്രെയിനിൽ ആരെങ്കിലും ഒരാളെ കുറിച്ച് എഴുതാനാ പറയല്ലേ? മിഡ് ബ്രെയിനിൽ പാർട്സ് ഒന്നുമില്ല, പക്ഷെ അവിടെ 4 ലോബുലാർ സ്വെല്ലിംഗ് പഠിക്കുന്നില്ലേ? എന്താ അതിന്റെ പേര്? ഓഡിയോ വിഷ്വൽ റിഫ്ലക്സിന് സഹായിക്കുന്ന കോർപ്പോറ ക്വാഡ്രിജെമിന അല്ലെ. ഫോർ ബ്രെയിനിൽ ആരൊക്കെയുള്ളത്? സെറിബ്രം, ഹൈപ്പോതലാമസ്. അപ്പൊ ആരാ? കോർഡിനേറ്റിംഗ് സെന്റർ ഫോർ മസ്കുലാർ അല്ലെ, കോർഡിനേറ്റിംഗ് സെന്റർ ഫോർ സെൻസറി ആൻഡ് മോട്ടോർ റിലേഷൻ, തലാമസ്. മസ്കുലാർ മൂവ്മെന്റ് അല്ലേ, അത് സെറിബെല്ലമാണ്. പോൺസ്, ഹൈൻഡ് ബ്രെയിനിൽ പോൺസ്, മെഡുല ഒബ്ലോങ്കറ്റ്. ആരാ വിട്ടുപോയത്? സെറിബെല്ലം. ഇതല്ലേ ബ്രെയിന്റെ ക്ലാസിഫിക്കേഷൻ പാർട്സ്? ഫോർ ബ്രെയിൻ, മിഡ് ബ്രെയിൻ, ഹൈൻഡ് ബ്രെയിൻ പഠിച്ചതല്ലേ? എന്താ ബ്രെയിന്റെ കവറിംഗ് മെമ്പറിന്റെ പേര്? ക്രേനിയൽ മെനിഞ്ചസ്. അതിന്റെ ലെയേഴ്സ് നമ്മൾ നോട്ട് ചെയ്യണം കേട്ടോ. ഔട്ടർ ഡാപ്പ് എന്ന് പറയാം, ഡ്യൂറാമേറ്റർ. മിഡിൽ അരക്കിനോയിഡ്, ഇന്നർ പിയാമേറ്റർ. കട്ടി കുറവ് അരക്കിനോയിഡിനാണ്. ആ കാര്യം കൂടി മനസ്സിലാക്കുക. ഇനി ബയോമോളിക്യൂൾസ് അല്ലേടാ. ഐഡന്റിഫൈ ആൻഡ് റൈറ്റ് ഇറ്റ്സ് നെയിം. ഓക്കെ, ആദ്യത്തെ ആളാരാണ് അല്ലെ? ആദ്യത്തെ ആളാരാണ്? നിങ്ങൾ നോക്കൂ, എത്ര കാർബൺ ആറ്റം ഉണ്ട്? 1 2 3 4 5 6. 5 ആണെങ്കിൽ നമുക്ക് റൈബോസ് കൊടുക്കേനു അല്ലെ. അതിൽ രണ്ടാമത്തേതില് OH ആണെങ്കിൽ നമുക്ക് റൈബോസ് ഷുഗർ കൊടുക്കും. ഓ ഇല്ലെങ്കിൽ ഡിയോക്സി റൈബോസ് ആണ്. അപ്പൊ ഇത് 6 കാർബൺ ആറ്റം, C6H12O6 അല്ലേ. ദാറ്റ് ഈസ് അവിടെ തന്നെ ഞാൻ എഴുതാണ്. നിങ്ങൾ പേപ്പറിൽ ഗ്ലൂക്കോസ് ചെയ്തു അല്ലെ. ഇനി അടുത്തത് അമിനോ ആസിഡ് ആണ്. മീത്തേൽ ഗ്രൂപ്പുള്ള അമിനോ ആസിഡ് ഏതാ? ഇത് R ഗ്രൂപ്പ്. മീത്തേൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത് ഏതാ? അലാനിൻ അല്ലേ? ആണോ? ഇത് ഹൈഡ്രജൻ ആണെങ്കിൽ ഗ്ലൈസിൻ. ഇത് ഹൈഡ്രോക്സി മീത്തേൽ CH2OH ആണെങ്കിൽ സെറൈൻ. ഇവിടെ CH3 ആയതുകൊണ്ട് അലാനൈൻ, അലാനിൻ. ഇനി ഇതാരാണ്? 1 14 16 അല്ലെ. 14 15 16 കാർബൺ ആറ്റമുള്ള ഫാറ്റി ആസിഡ് ഏതാ? ദാറ്റ് ഈസ് പാൽമിറ്റിക് ആസിഡ്. പാൽമിറ്റിക് ആസിഡ് അല്ലേ 16 കാർബൺ ആറ്റമുള്ള ഫാറ്റി ആസിഡ്, RCOH അല്ലെ. ഇതെന്താണ്? 3 ഹൈഡ്രോക്സി, ട്രൈ ഹൈഡ്രോക്സി പ്രൊപ്പെയിൻ. ആരാ ട്രൈ ഹൈഡ്രോക്സി പ്രൊപ്പെയിൻ? ഗ്ലിസറോൾ അല്ലേ. ഗ്ലിസറോൾ അല്ലേ. അപ്പൊ ഫാറ്റി ആസിഡ് ഗ്ലിസറോൾ കൂടി ചേർന്നാലേ നമ്മൾ ലിപ്പിഡ്സിൽ പഠിക്കുന്നില്ലേടാ? ഇല്ലേ. ഒരു കോമ്പണന്റ് എങ്ങനെയാ ഫോംസ്? എസ്റ്റർ ബോണ്ട് ഒക്കെ അവിടെ നമ്മൾ പഠിക്കുന്നുണ്ട്, ശരിയല്ലേ? സോ ഇത് ട്രൈ ഹൈഡ്രോക്സി പ്രൊപ്പെയിൻ, ഗ്ലിസറോൾ അല്ലേ. വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. ബയോമോളിക്യൂൾസ് ഡയഗ്രാംസ് ചോദിക്കാറുണ്ട്. ഏതാ സ്ട്രക്ചർ എന്നൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ ഒരു പേജ് ഇല്ലേ അല്ലെ. അവിടെ നമുക്ക് ട്രൈ ഗ്ലിസറൈഡിന്റെ സ്ട്രക്ചർ ഉണ്ട്, കൊളസ്ട്രോളിന്റെ സ്ട്രക്ചർ ഉണ്ട്. ഇതൊക്കെ എന്റെ മക്കൾ പഠിക്കണം. ഫോസ്ഫോലിപ്പിഡ് ലെസിത്തിന്റെ സ്ട്രക്ചർ ഉണ്ട്. മനസ്സിലായോ? സോ നെക്സ്റ്റ്, കോളാർ സെൽ പോരിഫറ. നിഡോബ്ലാസ്റ്റ് ഏതാ ഫൈലം? നിഡേറിയ. സീലിൻഡറേറ്റ്സ് അല്ലെ. സൈക്ലോയിഡ് സ്കെയിൽ ഓസ്റ്റിക്ടൈസ്. സോ പ്ലാക്കോയിഡ് സ്കെയിൽസോ? കോൺട്രിക്ടൈസ്. അനലിഡ സീലോം, പ്ലാറ്റി ഹെൽമിന്തസോ? എടാ പ്ലാറ്റി ഹെൽമിന്തസ് വരെ അസീലോമേറ്റ് ആണ്. സ്യൂഡോ സീലോമേറ്റ്, ആസ്കൽമിന്തസ്. അവിടുന്ന് അങ്ങോട്ട് അനലിഡ്സ് മുതൽ മൊത്തം സീലോമേറ്റ് ആണ് അല്ലെ. അപ്പൊ പ്ലാറ്റി ഹെൽമിന്തസ് എന്താണ്? അസീലോമേറ്റ് ആണ്. അസീലോമേറ്റ് അല്ലെ. സ്യൂഡോ സീലോമേറ്റ് സ്കാറ്റർഡ് പൗച്ചസ്, ആസ്കൽമിന്തസ്. പാരപ്പോഡിയ ഫോർ ലാറ്ററൽ അപ്പൻഡേജസ് ഫോർ സ്വിമ്മിംഗ്, അനലിഡ. അക്വാട്ടിക് അനൽ, നീറിസ് ഒക്കെ അതിന് എക്സാമ്പിൾ അല്ലേ അനലിഡ്സ്. റാഡിയോള, ഫയൽ ലൈക്ക് റാസ്പിംഗ് ഓർഗൻ അല്ലേ. ദാറ്റ് ഈസ് മൊളസ്ക് അല്ലെ. മൊളസ്കിന്റെതാണ്. ഓക്കെ അല്ലടാ. സോ വെരി ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ചിലപ്പോൾ നമുക്ക് എക്സാമ്പിളിലൂടെയാണ് ചോദിക്കുക. അപ്പൊ കുട്ടികൾ എക്സാം ടഫായി എന്ന് പറയാറുണ്ട്. എക്സാമ്പിൾ ഈസ് വെരി ഇമ്പോർട്ടന്റ്. എക്സാമ്പിൾ ഇതാരാണ്? ഇതാണ് റിസ്റ്റിസ് സോഫിഷ്. ഐഡന്റിഫൈ ദ ഓർഗാനിസം. ദിസ് ഈസ് റിസ്റ്റിസ് സോഫിഷ്. ക്ലാസ് ഓസ്റ്റിക്ടൈസ് ആണോ കോൺട്രിക്ടൈസ് ആണോ? എടാ കോൺട്രിക്ടൈസിന്റെ എക്സാമ്പിൾ ആണ് നമ്മൾ SPCT സ്കാൻ എടുക്കാൻ പോയി എന്നാ പറയാ. ദാറ്റ് ഈസ് എന്താണ്? സ്കോളിയോഡോൺ ഡോഗ് ഫിഷ്, റിസ്റ്റിസ് സോഫിഷ്, കാർക്കാർഡോൺ ഗ്രേറ്റ് വൈറ്റ് ഷാർക്ക് ആൻഡ് ട്രൈഗൺ ആൻഡ് ടോർപിഡോ, സ്റ്റിംഗ്റേ ആൻഡ് ഇലക്ട്രിക് ഓർഗൻ എന്നൊക്കെ പറയാറുണ്ട്. സോ ഇത് റിസ്റ്റിസ് ആണ്. നെയിം ദ ക്ലാസ് ടു വിച്ച് ഇറ്റ് ബിലോങ്സ്. ഇറ്റ് ഈസ് ക്ലാസ് കോൺട്രിക്ടൈസ് അല്ലെ. പൈസസിൽ വരുന്ന കോൺട്രിക്ടൈസ് ആണ് ഇത്. കാർട്ടിലേജിനസ് എൻഡോസ്കെലട്ടൻ. റൈറ്റ് എനി 2 സാലിയന്റ് ഫീച്ചേഴ്സ് ഓഫ് ദിസ് ക്ലാസ്. ഈ ക്ലാസിന്റെ മെയിൻ പ്രത്യേകത എന്താണ്? കോൺട്രിക്ടൈസിന്റെ ഇവർക്ക് ത്രൂ ഔട്ട് സ്വിം ചെയ്യേണ്ടി വരും. ബിക്കോസ് ഇവർക്ക് എയർ ബ്ലാഡർ ആബ്സെന്റ് ആണ്. ഓക്കെ. അതുപോലെ ഗിൽ കവർ ഉണ്ടാവില്ല. ഗിൽ കവറിന് ഓപ്പർക്കുലം എന്നാ വിളിക്കുക, അതും ആബ്സെന്റ് ആയിരിക്കും. ഇനി സ്കെയിൽ ചെയ്താം. ഓക്കെ, പ്ലാക്കോയിഡ് സ്കെയിൽസ് ആണ് അറിയപ്പെടുക.
സ്കെയിൽസ്. ഇനി മൗത്ത് അല്ലെ, വെൻട്രൽ, ഇവരൊക്കെ നമ്മൾ കോൺട്രിത്തൈസും ഓസ്റ്റിയോത്തൈസും നമ്മൾ വ്യത്യാസം നമ്മൾ പഠിക്കുന്നതല്ലേ, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, മൗത്ത് ഇങ്ങനെ വെൻട്രലി ആയിരിക്കും ഉണ്ടാവുക, അപ്പം മറ്റൊരു ടെർമിനൽ ആയിരിക്കും. അങ്ങനെ നമ്മൾ ഡിഫറൻസ് പഠിക്കാറുണ്ട്. പിന്നെ സ്കെയിൽസിലും എയർ ബ്ലാഡറിലും ഓപ്പർക്കുലത്തിലും ഒക്കെ മറ്റേതിൽ പ്രസന്റ് ആയിരിക്കും, ഓസ്റ്റിയോത്തൈസിൽ. സെറ്റ് അല്ലേടാ? സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. All vertebrates are chordates, but all chordates are not vertebrates. Do you agree with this statement? Of course, yes. എന്താണ് കാരണം? എല്ലാ vertebrates-ഉം chordates ആണ്, because in all vertebrates notochord is replaced by vertebral column. അല്ലേ? In vertebrates, yes, in vertebrates നോട്ടോകോഡ് ഉണ്ട് എംബ്രിയോണിക് സമയത്ത്, അത് പിന്നെ വെർട്ടിബ്രൽ കോളം ആയിട്ട് മാറാറാണ്. സോ എല്ലാ വെർട്ടിബ്രേറ്റ്സും എന്താണ്, നോട്ടോകോഡ് ഉള്ളത് കൊണ്ട് എംബ്രിയോണിക് സമയത്ത് ഉണ്ടല്ലോ, കോഡേറ്റ്സ് ആണ്. പക്ഷെ എല്ലാ കോഡേറ്റ്സും എന്തല്ല വെർട്ടിബ്രേറ്റിൽ. എന്താ കാരണം? യൂറോ കോഡേറ്റ്, സെഫലോ കോഡേറ്റ് ഒക്കെ എടുത്തു നോക്ക്, ഒരു വെർട്ടിബ്രേറ്റ്സ് ആണോ? ഒരു വെർട്ടിബ്രൽ കോളമായിട്ട് മാറുന്നുണ്ടോ? ഇല്ല. യൂറോ കോഡേറ്റിന്റെ ലാർവൽ ടെയിലിൽ മാത്രമേ എന്തുള്ളൂ, നോട്ടോകോഡ് ഉള്ളൂ. അതുപോലെ വെർട്ടിബ്രൽ കോളമായിട്ട് അത് മാറുന്നില്ല. ഈ സെഫലോ കോഡേറ്റ്സ് എടുത്ത് നോക്ക്, ബ്രാങ്കിയോസ്റ്റോമയൊക്കെ അല്ലേ, ലാൻഡ്സ്ലെറ്റ്, ബ്രാങ്കിയോസ്റ്റോമ. അപ്പം സെഫലോകോഡേറ്റ്സ് എടുത്താൽ ഹെഡ് മുതൽ ടെയിൽ റീജിയൻ വരെ ത്രൂ ഔട്ട് നോട്ടോകോഡിന്റെ പ്രസൻസ് ആണ്. അത് വെർട്ടിബ്രൽ കോളമായിട്ട് മാറുന്നില്ല. സോ എല്ലാ വെർട്ടിബ്രേറ്റ്സും കോഡേറ്റ്സ് ആണ്, പക്ഷെ എല്ലാ കോഡേറ്റ്സും വെർട്ടിബ്രേറ്റ്സ് അല്ല. ഓക്കെ, വാട്ട് ആർ കോഫാക്ടേഴ്സ്? എന്താണ് കോഫാക്ടേഴ്സ്? എടാ, ഒരു പ്രോട്ടീന് അല്ലെ, സോറി, ഒരു എൻസൈമിന് പ്രോട്ടീൻ പാർട്ടും ഉണ്ട്, നോൺ പ്രോട്ടീൻ പാർട്ടും ഉണ്ട്. എൻസൈമിന്റെ പ്രോട്ടീൻ പാർട്ടിനെ അപ്പോ എൻസൈം എന്നും, നോൺ പ്രോട്ടീൻ പാർട്ടിനെ നമ്മൾ കോഫാക്ടേഴ്സ് അല്ലേ വിളിക്കുക. സോ ഇറ്റ് ഈസ് നോൺ പ്രോട്ടീൻ പാർട്ട് ഓഫ് ആൻ എൻസൈം. അതിനെയാണ് കോഫാക്ടേഴ്സ് എന്ന് വിളിക്കുക. ഏതെങ്കിലും രണ്ട് കോഫാക്ടറിനെ എഴുതാൻ പറഞ്ഞു. 3 kinds നമ്മൾ പഠിക്കുന്നില്ലേ, മെറ്റലയോൺസ് പഠിക്കാം അല്ലെ, പറയാം. പിന്നെ പ്രോസ്തെറ്റിക് ഗ്രൂപ്പ് പറയാം, പിന്നെ കോ എൻസൈംസും പറയാം, കോ എൻസൈംസ്. കേട്ടോ? സോ നോൺ പ്രോട്ടീൻ പാർട്ട് ഓഫ് എൻസൈം ആണ് കോഫാക്ടേഴ്സ്, പ്രോസ്തെറ്റിക് ഗ്രൂപ്പ്, കോ എൻസൈംസ്. ഇനി മെറ്റലയോൺസ് പറയാം, Zn2+ പോലത്തെ എൻസൈംസ് ഒക്കെ ഉണ്ടല്ലോ, സോറി Zn2+ പോലത്തെ അയോൺസ് ഒക്കെ ഉണ്ടല്ലോ, കാർബോണിക് അനഹൈഡ്രേറ്റ്സിനെ ഒരു കൺട്രോൾ ചെയ്യാറുണ്ട്. ഓക്കെ, മെറ്റൽ അയോൺസ്. ഓക്കെ, വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ, എപ്പോഴും റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്നതാണ് ബയോമോളിക്യൂൾസ് കോഫാക്ടറിനെ കുറിച്ചിട്ട് കേട്ടോ. ക്ലാസിഫൈ ദ ഫോളോയിങ് ആനിമൽ ബേസ്ഡ് ഓൺ നൈട്രജൻ വേസ്റ്റ് ദ എക്സ്ക്രീറ്റ്. ബേർഡ്സ് യൂറിക് ആസിഡ് അല്ലേ, സോ യൂറിക്കോടെലിക്. ബോണി ഫിഷസ് അമോണോടെലിക്. റെപ്റ്റൈൽസ്, ബേർഡ്സ് ഒക്കെ എന്താണ്, യൂറിക് ആസിഡ് ആണ്, സോ യൂറിക്കോടെലിക്. അക്വാറ്റിക് ആംഫീബിയൻ, വെള്ളത്തിലുള്ളതായതുകൊണ്ട് അമോണോടെലിക്. അപ്പൊ നിങ്ങൾ എന്താ, എങ്ങനെ നിങ്ങൾ ആൻസർ ചെയ്തേണ്ടത്? നിങ്ങൾ അമോണോടെലിക് എന്ന് എഴുതിയിട്ട് രണ്ടാൾക്കാർ എഴുതുക, അതുപോലെ യൂറിക്കോടെലിക് എന്ന് എഴുതിയിട്ട് രണ്ടാൾക്കാർ എഴുതുക. ഇങ്ങനെയാണ് ആൻസർ എഴുതേണ്ടത് നിങ്ങൾ. ഓക്കെ അല്ലടാ? സെറ്റ് അല്ലേ? സോ നമുക്ക് ബയോമോളിക്യൂൾസിൽ അടുത്ത ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. ഐഡന്റിഫൈ ദ ഫോളോയിങ് നൈട്രജൻ ബേസസ് എ ആൻഡ് ബി. എടാ, ഡബിൾ റിംഗ് ഉള്ളത് പ്യൂരിൻ ആണ്. പ്യൂരിന് അഡിനൈനും ഗ്വാനിനും അല്ലേ, അതിൽ അഡിനൈന്റെ സ്ട്രക്ചർ മാത്രമേ NCERT കൊടുത്തിട്ടുള്ളൂ. സോ ദിസ് ഈസ് അഡിനൈൻ. സിംഗിൾ റിംഗുള്ള നൈട്രജൻ ബേസ് പിരമിഡിനാണ്. കട്ട് പിരമിഡിൻ, കട്ട്, സൈറ്റോസിൻ, യുറാസിൽ ആൻഡ് തൈമിൻ. ആകെ ഏതിന്റെ സ്ട്രക്ചർ NCERT കൊടുത്തിട്ടുള്ളൂ? യുറാസിലിന്റെ സ്ട്രക്ചറെ കൊടുത്തിട്ടുള്ളൂ. സോ ബി ഈസ് യുറാസിൽ. ഓക്കെ, റൈറ്റ് ദ ന്യൂക്ലിയോസൈഡ് ഓഫ് ദീസ് നൈട്രജൻ ബേസ്. സോ അഡിനൈന്റെ ന്യൂക്ലിയോസൈഡ് ഏതാ? അഡിനൈൻ, അഡിനോസിൻ ആണ്. അത് നിങ്ങൾ എഴുതണം കേട്ടോ, ഞാൻ മടിയനാ. ഓക്കെ, അഡിനോസിൻ. യുറാസിലിന്റെ ന്യൂക്ലിയോസൈഡ് അല്ലേ ചോദിച്ചത്? ന്യൂക്ലിയോടൈഡ് ആകുമ്പോൾ ആസിഡ് എന്നുള്ള രൂപത്തിലാണ് പറയേണ്ടത്, ന്യൂക്ലിക് ആസിഡ് അല്ലേ. ഇപ്പൊ യുറാസിലിന്റെ, എടാ യുറാസിൽ പിരമിഡിൻ അല്ലേ, അപ്പൊ ഓരോ ന്യൂക്ലിയോസൈഡ് ഡിന്ന് ലാസ്റ്റ് വരണം അല്ലെ, യുറിഡിൻ. ഓക്കെ, സൈറ്റോസിൻ ആണെങ്കിൽ സൈറ്റിഡിൻ, തൈമിൻ ആണെങ്കിൽ തൈമിഡിൻ. അഡിനൈനും ഗ്വാനിനും പ്യൂരിൻ അല്ലേ, അപ്പൊ ലാസ്റ്റ് ഇന്ന് വന്നാൽ മതി. അഡിനോസിൻ, ഗ്വാനോസിൻ, ഇത് ഡിൻ എന്ന് വരണം, കാരണം അത് പിരമിഡിൻ ആയതുകൊണ്ട്. സെറ്റിൽ അതിന്റെ ന്യൂക്ലിയോസൈഡിന്റെ പേരാ. ഇനിയിപ്പോ ഇതിന്റെ ന്യൂക്ലിയോടൈഡ് എഴുതാൻ പറഞ്ഞാലോ, അഡിനൈലിക് ആസിഡ്, ഇതോ യുറിഡിലിക് ആസിഡ്, അങ്ങനെയാ പറയാ, ആസിഡ് എന്നുള്ള രൂപത്തിൽ. ഓക്കെ, കംപ്ലീറ്റ് ദ ഫ്ലോ ചാർട്ട് ഓഫ് കാർഡിയാക് ഇമ്പൾസ് ഫ്രം ടേംസ് ഗിവൺ ഇൻ ബ്രാക്കറ്റ്സ്. എടാ, ആദ്യം SA നോഡിന്ന് ഇമ്പൾസ് ജനറേറ്റ് ചെയ്യുന്നു. അത് നേരെ എവിടെയാ തട്ട? AV നോഡിലല്ലേ. എന്നിട്ട് AV നോഡ് ആരുമായിട്ട് കണക്ഷൻ ഉണ്ട്? AV ബണ്ടിൽ, ദാറ്റ് ഈസ് ബണ്ടിൽ ഓഫ് ഹിസ്. എന്നിട്ട് നേരെ വെൻട്രിക്കിളുടെ അലോങ് ഉള്ള പർക്കിഞ്ചി ഫൈബേഴ്സിൽ എത്തൂലേ. പർക്കിഞ്ചി ഫൈബേഴ്സിൽ നിന്നും വെൻട്രിക്കിൾ കോൺട്രാക്ട് ചെയ്യും. സോ ലാസ്റ്റ് വെൻട്രിക്കിൾസ് എഴുതുന്നു. ഇതല്ലേ കണ്ടക്ഷൻ സിസ്റ്റം ഓഫ് ഹാർട്ട്. കണ്ടക്ഷൻ സിസ്റ്റം ഓഫ് ഹാർട്ട് 2 മാർക്കിന് ചോദിച്ചാലും ഈ ഫ്ലോ ചാർട്ട് ആണ് എന്റെ മക്കൾ എഴുതേണ്ടത്. സെറ്റ് അല്ലേടാ? റെഡി അല്ലേ? സോ അടുത്തത് മാത്സ് ഫോളോയിങ് ആണ്. ഞാൻ മാച്ച് ചെയ്താൽ പോരെ? ന്യൂട്രോഫിലും മോണോസൈറ്റും ഒരേ ഫംഗ്ഷൻ ആണ്. NM അടുത്തടുത്ത ലെറ്റേഴ്സ് അല്ലേ. ഫാഗോസൈറ്റോസിസ്, ഫാഗോസൈറ്റിക്. ബേസോഫിൽ സെക്രീറ്റ് ഹിസ്റ്റമിൻ, സെറോട്ടോണിൻ ആൻഡ് ഹെപ്പാരിൻ.
അല്ലെ, ആന്റി ഇൻഫ്ലമേറ്ററി റിയാക്ഷനും. ഈസിനോഫിൽ ഇ അലർജി, അലർജി ഈസിനോഫിലിന് തിരിച്ചിട്ടാൽ 2 to 3%, 3% ആണ് കേട്ടോ. ഇത് തിരിച്ചിട്ടാൽ 3 എന്നാ കിട്ടുക. അതുപോലെ ഈ അലർജിക് റിയാക്ഷൻസ് ഓഫ് ദ ബോഡി. ലിംഫോസൈറ്റ് ഇമ്മ്യൂൺ റെസ്പോൺസ് ഓഫ് ദ ബോഡി അല്ലെ, ബിയും ടി ലിംഫോസൈറ്റ്. സെറ്റ് അല്ലേ? ഇനി ഇങ്ങനെ 2 ഡയഗ്രാം തന്നാലോ, ഈ ചെയിന് പോലെയുള്ള മുത്തുമണി മാലകളല്ലേ, എന്താ ഇത് ആക്റ്റിൻ ആണ്. ഇതെന്താണ്? പാമ്പിനെ പോലത്തെ മയോസിൻ ആണ്. അതിന്റെ സബ് യൂണിറ്റ്, ഒരു സബ് യൂണിറ്റ് എഴുതാൻ പറഞ്ഞു. മയോസിന്റെ സബ് യൂണിറ്റ് ഏതാടാ? മീറോ മയോസിൻ എന്നല്ലേ ഒരു യൂണിറ്റിന് പറയാം. ആക്ടിന്റെ സബ് യൂണിറ്റ് നമുക്ക് ട്രോപ്പോണിൻ പറയാം. ട്രോപ്പോണിൻ. ഈ കയറ് പോലത്തെ സാധനം ട്രോപ്പോ മയോസിൻ അല്ലേ. ഇത് ഫിലമെന്റസ് ആക്ടിൻ അല്ലേ, 2 ഫിലമെന്റസ് ആക്ടിൻ. പിന്നെ ഇതിനെ റെഗുലർ ഇന്റർവെൽസ് കണ്ടോ, ഇതാണ് ട്രോപ്പോണിൻ. അതിന്റെ സബ് യൂണിറ്റ് ട്രോപ്പോണിൻ പറയും. ട്രോപ്പോണിൻ. ഇതിന്റെ ഒന്ന് മീറോ മയോസിൻ ആണ്. മീറോ മയോസിൻ. സോ ഇത് ആക്ടിൻ ആണ്, ഇത് മയോസിൻ ആണ്. ദിസ് ഈസ് ലൈറ്റ് ബാൻഡ്, ദിസ് ഈസ് ഡാർക്ക് ബാൻഡ് അല്ലെ. ഐ ബാൻഡ് റെപ്രസെന്റ് ചെയ്യും, എ ബാൻഡ് റെപ്രസെന്റ് ചെയ്യാറുണ്ട്. തിൻ ഫിലമെന്റ്, തിക്ക് ഫിലമെന്റ്. ഓക്കെ, യെസ്. സോ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് മക്കൾസ്. ഫ്രോഗ്സ് ആർ യൂറിയോടെലിക് ആനിമൽസ്. ഡു യു അഗ്രി? യെസ്. ബിക്കോസ് ഫ്രോഗ് അഡൽട്ട് ഫ്രോഗ് ആയിട്ട് മാറുമ്പം അവരെ എക്സ്ക്രീറ്ററി പ്രൊഡക്റ്റ് ഏതാണ്? അവരെ എക്സ്ക്രീറ്ററി പ്രൊഡക്റ്റ് യൂറിയാണ്. അതുകൊണ്ടാണ് അവർ യൂറിയോടെലിക് ആനിമൽ എന്ന് വിളിക്കാൻ കാരണം കേട്ടോ. എന്താണ് ഈസ്റ്റിവേഷൻ, എന്താണ് ഹൈബർനേഷൻ എന്ന് ഇവിടെ കൊടുത്തിട്ടില്ലേ? എന്റെ മക്കൾക്ക് എന്താണ് പറയാനുള്ളത്? എക്സ്ട്രീം സമ്മറിലും എക്സ്ട്രീം വിന്ററിലും ഫ്രോഗിന് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റൂല. അതുകൊണ്ട് അവർ ബറോ ചെയ്ത് മാളത്തിനുള്ളിലായിരിക്കും, സ്കിന്നിലൂടെ ആ സമയത്ത് അവർ റെസ്പയർ ചെയ്യുക, ക്യൂട്ടേനിയസ്. അപ്പം പല കുട്ടികൾക്കും മാറിപ്പോകും സമ്മർ സ്ലീപ്പും വിന്റർ സ്ലീപ്പും. നിങ്ങൾ HW എന്ന് ആലോചിച്ചാൽ മതിയുടെ ഹോംവർക്ക് ഒക്കെ കിട്ടാറില്ലേ? സോ ഹൈബർനേഷൻ W ആണ്, വിന്റർ സ്ലീപ്പ് ആണ്. ഓക്കെ, അപ്പം ഈസ്റ്റിവേഷൻ ഏതാ? ഈസ്റ്റിവേഷൻ സമ്മർ സ്ലീപ്പാണ്. സെറ്റ് അല്ലേടാ? സോ ഇത്രയൊക്കെയാണ് നമുക്ക് ഓവറോൾ 2 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ളത്. ബാക്കിയുള്ളത് ചോദിക്കൂല എന്നല്ല, ഇമ്പോർട്ടന്റ് ഏരിയാസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. സോ ഓൾ ദി ബെസ്റ്റ് മക്കൾസ്. ഓക്കെ, സോ നമുക്ക് ലൈവ് സെഷന് കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവും. ബാക്കി ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ അവിടെ ചെയ്യുന്നതായിരിക്കും കേട്ടോ. സോ നിങ്ങൾ മാക്സിമം നിങ്ങൾ ഫോളോ ചെയ്യുക, മാക്സിമം നിങ്ങൾ ഫ്രണ്ട്സിലേക്ക് എത്തിക്കുക. സോ നമുക്ക് കാണാം മക്കൾസ്. ഓക്കെ, ബൈ.